തടി പൊട്ടും കേട്ടാതോ. നോക്കടാ നോക്കടാ കൊട്ട ഉണ്ടത് കാണിക്കാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന നോക്കടാ ഒരുത്തന്മാര്. സാമാനം കൊട്ടയ്ക്കകത്ത് ഇട്ടിരിക്കുന്നത് ഉമ്മാര് നോക്കിയേ. 5 വണ്ടി ഇതിപ്പം നോക്കാറൊന്നുമില്ല. ഇതിപ്പോ നേരത്തെ എല്ലാരും 2 ഹെലിയും 5 വണ്ടി കൊണ്ടുവന്നിട്ടായിരുന്നു. ഒരു മാങ്ങ എടുത്ത് കടിച്ച് കടിച്ച് പാണ്ടി 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 വിളിച്ചോണ്ട് പോകാൻ പറയണം. നേരം ഫാൽക്കൺ വെയിലത്ത് വെക്കട്ടെ. ടെക്സ്റ്റൈൽസിന് പറ്റില്ല, ടെക്സ്റ്റൈൽസിന് പറ്റുന്നില്ല കേട്ടോ. ടെക്സാ ട്രിപ്പിൾഎക്സ് ഊതോ അതാരടാ? അതൊക്കെ ആരാ? എന്തുവാ ബിച്ചോ? അതാരാ വിച്ച്? എദോറ വിച്ച്. അടിയില്ല മുയൽ കൊണക്കൂ. പെർമിഷൻ കൊടുക്കുവാനെ. കുറച്ചുകൂടെ കേറണം കേട്ടോ. അയ്യേ എടാ ആലോചിച്ച് നോക്കടാ ഈ വാണങ്ങളെ അവസ്ഥ ആലോചിച്ചോടാ. പാൽക്കടക്ക പട്ടിന്റെ എക്സാമ്പിളാണ്. മൊയൽജോട് എനിക്ക് തോന്നേടാ ഇത്തിരി പോകുന്ന ഏതോ പിഞ്ച് പൈതലാന്ന് തോന്നുന്നു കേട്ടോ. അവൻ പറയണ അപ്പുറത്ത് കേക്കുന്നത്. അപ്പുറത്ത് നോക്കുമ്പോ മറ്റേ അപ്പുറത്ത് നിന്നിട്ട് ഇവന്റെ സൗണ്ട് കേൾക്കണ എങ്ങനെ ആയിരിക്കും? പണ്ണും പണ്ണും വേജേ പണ്ണും പണ്ണും വേജേ പണ്ണും. ചേച്ചിമാരുണ്ടല്ലോ അവളൊക്കെ എന്ത് ചെയ്യേ? എടാ ആ ഫ്രണ്ട് ഇരിക്കണ മൊത്തം ചേച്ചിമാരാ. നീ കണ്ണു തുറന്ന് നോക്കി ചന്ദ്ര. വഴി അറിയത്തില്ല, ഒന്നും പറഞ്ഞു കൊടുക്കടാ. മൊത്തം ചേച്ചിമാരും ഉണ്ട് കേട്ടോ. അടുത്ത മാസം കൊട്ട എന്നൊക്കെ വരണെന്ന്. എടാ ഇവന്മാര് സത്യം പറയാ. എടാ കൊട്ടയാണോ വരുന്നത്? എടാ ആലോചോടാ. എടാ കൊട്ടയും വരുന്നത് എന്നൊക്കെ വരുന്നത് നോട്ട് ചെയ്ത് വെക്കുന്നവന്മാർ ആലോചിച്ചോടാ. ബുദ്ധിയില്ലാത്തവന്മാര് ഇറങ്ങി ഇവിടെ തള്ളക്ക് വിളിച്ചിട്ട് പോയവനെ. ചന്ദ്രൻ ഓ നീ ഇവിടെ പറയാനില്ല. ശബ്ദമാണ് അല്ല ബേക്കിലൂടെ കടന്നു ഓടണ രണ്ടുപേര്. റിയൽ ലൈഫ് നോക്കണ്ട. മൈൻഡ് ചെയ്യണ്ട റിയൽ ലൈഫ് മൈൻഡ് ചെയ്യണ്ട. നമ്മള് ഗെയിമിന്റെ കേസാ പറയുന്നത്. നമ്മള് ഗെയിമിന്റെ കേസാ പറയുന്നത്. ഗെയിമിനകത്തുള്ളത് ഗെയിമിനകത്ത് ഇല്ല. അതെ 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 അതെ. ആ നായിന്റെ മോനെ ഒഴിച്ച് വേറെ ആരെടുത്തും എനിക്ക് യാതൊരു കുഴപ്പമില്ല. നേരിട്ട് വന്ന് സംസാരിക്കാൻ ധൈര്യം വരട്ടടാ. നമുക്ക് ഇവിടുന്ന് പാവം അടികൊണ്ട് എടാ അവൻ സൗണ്ട് ബൂസ്റ്റ് ചെയ്തിട്ട് നോക്കടാ എത്രയാന്ന്. നിന്നെ അപരാധിച്ചോണ്ടിരിക്കണ്ട പുറത്ത്. അകത്തുണ്ടായിരുന്നു നിന്റെ വന്നിന്റെ തള്ളയെ തന്തരക്ക് വിളിച്ചാണോ കഴിവണ്ട മോനെ. ഇത് നീ കാണണം. നീ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിന്നടുത്താ പറഞ്ഞേട്ടാ. മറ്റേതാ ഓർമ്മിപ്പിക്കാൻ
സംസാരിച്ചാലേ പോയി കൊടുക്കാനുള്ള കൊട്ടയൊക്കെ ആയിട്ട് ചെയ്യുന്നത്. പ്ലീസ് കൺവേർട്ട് എന്ന് എടാ കൺവേർട്ട് എന്നൊരു വാക്ക് വന്നിട്ടുണ്ട് അതെവിടെ നമുക്ക് ഊഹിക്കാതെ ഉള്ളു. ഫാൽക്കണല്ലേ പച്ച പച്ച തനിക്കണം തനിക്കണം കണ്ണാപ്പിയാവാൻ നോക്കണ്ട ആരോ. അത് സ്രാങ്ക് അല്ലേ ഇവന് കൂവി കൂവി അങ്ങറ്റം പോണെന്നുണ്ട് അവന് പേടി. പോടാ അങ്ങൊറ്റ പോടാ എലിയില് നാലെണ്ണം ചത്തിട്ട് അമ്മാരുടെ ഇത് നോക്കണേ. ഇത് സംസാരിക്കാൻ പറഞ്ഞാലേ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പോയി സംസാരിച്ചിട്ട് പെട്ടെന്ന് ഈ പരിപാടി ഒന്ന് തീർക്കണമായിരുന്നു. എന്താണ് ഉണ്ടായത്? അവിടെ വാറ വിളിച്ച അപ്പൊ തന്നെ കേങ്ങോസിന്റെ മുമ്പിൽ നിന്ന് വാറ വിളിച്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത കണ്ടില്ലേ? എടാ കമ്പനിയൊക്കെ നോക്കടാ. ഫൈറ്റ് അടിച്ചിട്ടിരിക്കില്ലേ കണ്ണും കണ്ണും വീരപ്പനെ എടാ വീരപ്പനെ എടാ എനിക്ക് തോന്നാ ചന്ദ്രു വീരപ്പ ഏതോ സിനിമയിൽ അഭിനയിക്കാൻ കൊതിച്ചു കിടക്കുന്ന ഒരുത്തനാണ്. കൺഫേം കേട്ടാ. അവൻ അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. എങ്ങനെ നടക്കണ്ടേന്ന് പോലും അതിനാണ് പോയി പഠിപ്പിച്ചു കൊടുക്കണം. മീറ്റിങ്ങിനല്ലേ അറിയത്തില്ലല്ലോ. ചിലപ്പോ സിബിന്റെ ഉള്ളിൽ കുടിയും കാണും. അതായിരിക്കും മൊയലെടാ കുനിഞ്ഞു നിക്കാൻ ബെസ്റ്റ് ആട്ടാ മൊയലൊക്കെ. കുഞ്ഞിക്കടാ എടാ നോക്കടാ ബാക്കിലെടുത്താൻ കൊട്ടെടുത്ത് കാണിച്ചു ഉടനെ കുനിഞ്ഞിന്നടാ അവൻ. അതല്ല അവൻ ഒരു വലിയ ഫാനാണ്. പറന്നു വരെ കുഴിഞ്ഞിട്ട് എന്തിനാ ആട്ടുന്നവൻ. ചന്ദ്രു ചന്ദ്രു ബഗ്മാൻ ഇവിടുത്തെ പോകുന്നില്ല. ബഗ്മാന് ഉറപ്പാണിത്. പറഞ്ഞാലും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റില്ലല്ലോ. മീറ്റിംഗിനിടക്ക് ആള് ടെക്സാസിന്റെ പട്ടിക്കൂട്ടിലിടാറ് അടിക്കും. എണ്ണ പെട്രോൾ എനിക്കെന്താ പട്ടി ബിസ്കിറ്റ് തന്നെ അതാരടാ പട്ടി ബിസ്ക്കറ്റ് തപ്പിയിരിക്കുന്നത്. എനിക്ക് അപ്പഴേ ഡൗട്ട് ഉണ്ടായിരുന്നു പട്ടിയാണെന്ന്. നോക്ക് എടാ അവൻ പട്ടിയായിരുന്നടാ. എടാ അവൻ പട്ടിയായിരുന്നടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതോ കൂത്തി ബ്രീഡാ അത്. കേട്ടാ അവൻ പറഞ്ഞത്. മൊയല മൊയ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? എന്റെ അപ്പുറത്തിൽ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ച് അടിച്ചു തീർക്കുന്ന ആളിയാ. അളിയാ കയറി പറയാളിയാ. അങ്ങോട്ട് പോയി ഇത് അടിച്ചു തീർക്കാൻ പറയാളിയാ. രാഹുകാലം കഴിഞ്ഞ് രാഹുകാലം കഴിഞ്ഞ് എടാ ചന്ദ്രു ഇങ്ങനെ പറഞ്ഞല്ലേ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ രാഹുകാലം കഴിയുമ്പോ ഒന്ന് വെയിറ്റ് ആക്കണേ. ഇനി സരക്ക് പറയണം. ഇവന്മാര് ലിസ്റ്റ് ഉണ്ട്. ആരെ പറഞ്ഞാ കൊള്ളും ആരെയൊക്കെ പറയണം. ഒരു 4 ലിസ്റ്റ് ഇവന്മാരൊക്കെ അവരുടെ ആർപി കൊളാക്കുന്നു. എന്നിട്ട് അതിനാവും അടുത്ത തെറി. ഇത് വേടേ അവർക്കൊരു കുഴപ്പമില്ല. അവരവിടെ കാത്തു വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടല്ലേ ഞാൻ കാണിച്ചത്. ഞാൻ ഇറങ്ങി ഞാനൊരു ഡിസിഷൻ എടുക്കും. അതിപ്പോ ആർക്കെങ്കിലും ഏത് ഡിസിഷൻ എടുത്താലും ആർക്കെങ്കിലും അത് ഇതായിരിക്കും എതിരായിരിക്കുള്ളൂ. അപ്പൊ പറയും ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന്റെ പേര് അറിയും, അല്ലെങ്കിൽ ഇപ്പുറത്തെ ടീമിന്റെ പേര് അറിയും, ഏതെങ്കിലും ഒരു ടീമിന്റെ പേര് അറിയും.
ഈ പറഞ്ഞവരൊന്നും അപ്പൊ നേരെ തിരിച്ചിട്ട് തെരുവിളിക്കായിരിക്കും. ഇതാരും സത്യം പറഞ്ഞ ഈ ആഴ്ച വീരപ്പനാണോ ലീഡർ? പൂരനല്ല, പൂരൻ. എടാ ഈ ഗൈസ് ഈ സൂത്ത് എന്ന് പറയണതിന്റെ അർത്ഥം എന്തുവാ? സൂത്തോ? SUTHU സുത്തു. SOTHU അതും സുത്തു. സുത്ത് എന്തുവാ? அவங்களுக்கு வர முடியலன்னா அவங்க வர வேண்டாம், அப்படியே நிக்கட்டும். അല്ല ടെക്സാസ് ഇസിക്കൽ ടു സുത്തു എന്ന ടെക്സാസിലെ മിസ്റ്റർ കെട്ടവൻ ഇട്ടിരിക്കുന്നത്. புதுசுன்னு கிடையாது இல்லையா, அடிக்கட்டும். സുത്ത് എന്ന് പറഞ്ഞ മൂലം. ചന്ദ്ര മറ്റേ അടിക്കാൻ പോയവനാണ് അവനാണ് ഡയലോഗ്. രണ്ട് ടീം ഒരുമിച്ച് നീങ്ങാൻ പറഞ്ഞ രണ്ട് ലീഡറും പിടിച്ച് അപ്പുറത്തെ മരണം മൂടി നിർത്തി കൊടുത്തല്ലേ. അത് ഒരു നല്ല ചോയ്സ് ആണ്. രണ്ടുപേരെ വലിക്കുവോ അപ്പൊ? എടാ എനിക്ക് ഇവന്റെ ഒറിജിനൽ റിയൽ ലൈഫിലെ ഫോട്ടോ ഒന്നും കാണണ്ടാ, ദയവേത് അയച്ചു തരില്ലടാ. ആർപ്പി കളിക്കുള്ള മൂഡ് പോകൂടാ, ദയവേത് ആരും എനിക്കിതൊന്നും അയച്ചു തരില്ലേ പ്ലീസ്. എടാ ഞാനൊന്ന് ആർപ്പി കളിച്ചോട്ടടാ ഇതിനകത്തൊക്കെ. ഇതിന്റെയൊക്കെ കൂടെ ആർപ്പി കളിക്കാൻ കണ്ടിട്ട് ഞാൻ നാളത്തോട് കേറുമില്ല സിറ്റിയില്. ഞാൻ വെറുതെ പറഞ്ഞാണ്. ടിവിയിലോട്ട് ഞാൻ മുമ്പോട്ട് വരാൻ പറയുള്ളൂ. ടെക്സാസ് ഫിസിക്കൽ കുണ്ടി എന്നാണ് ടെക്സാസിൽ ഒരുത്തം പറഞ്ഞേട്ടോ, മിസ്റ്റർ കെട്ടവൻ. ടി വി കുറച്ച് മുമ്പോട്ട് വരണം, മീറ്റിംഗ് ചെയ്യണം. ഇതിനെ കുറിച്ച് ചാറ്റൊന്നും പാടില്ല. 5 വെച്ചിട്ട് തീരും. കേറി അടിക്കാൻ പറ. ശരി ഇപ്പൊ കേറി അടിക്കോ? കേറി അടിക്കും. ചന്ദ്രു ഇൻഗെയിമിൽ കേറിട്ടെ കേറാൻ പറ. കേറി മീറ്റിങ്ങിന് സംസാരിക്കാൻ പറ. എടാ രാഹുകാലം കഴിയാൻ വേണ്ടി അവര് പറയട്ടെ. ഈ സംഭവം ഇട്ട് ഇതാക്കി കഴിഞ്ഞാ എന്തിട്ടാ എന്ത് പിന്നെ ഇവിടെ നടക്കുന്നതൊക്കെ അത്ര എല്ലാം നല്ല കാര്യങ്ങൾ ഇതിനെന്ത് പോകാം. അത് നമ്മള് മൈൻഡ് പോലും ചെയ്യത്തില്ല, മനസ്സിലായോ? ഇതിപ്പോ അഡ്മിൻസ് ആരെങ്കിലും പറഞ്ഞിട്ട് മതി പോയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും, മനസ്സിലായോ? അതൊരു ഇവന്മാര് വിളിച്ചിട്ട് പേരിൽ നടക്ക് പോകില്ലല്ലോ. ഇല്ലെങ്കിൽ ഇവന്മാരെ ഊക്കിക്കൊണ്ട് നടക്കുവോ? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്റെ ശബ്ദം ഇവിടം വരെ കേൾക്കാം. അവിടെ അടി നടക്കുന്നുണ്ട്. both TVA and Texas gang head move forward and meet. Gang members stay back. No more gang chats regarding this. Okay. Okay. ഇത് രണ്ടുപേര് പോകും, വീരപ്പനും ഫാൽക്കണും പോകും. കൺഫ്യൂഷനായി ആര് പോടാ? ഞാൻ പോണോ? കൺഫ്യൂഷനായി അവിടെ. ഞാനും ലീഡറാണെന്ന് ഞാൻ മുട്ട കലിപ്പായി 4 പേര്. അവിടുന്ന് പിന്നെ നമ്മളൊരു 4 പേര് വിടാ. ഈ തീട്ട വീരപ്പ ഇവനെ ഉണ്ടാക്കി തള്ളിയല്ലേ, ഇവനെ ആരുടെ തലവേദന വരുന്നത്. എന്താടാ മോനെ വയസ്സായോ? കേറി വാ കുറച്ചുകൂടെ. എടാ കുട്ടാ കേറി കുറച്ചുകൂടെ. ചിരി വെക്ക്. നമ്മളെ ലൈനപ്പ് ഫിക്സ് ചെയ്യുന്ന ആരും ഉണ്ട് കേട്ടോ. ഫാൽക്കൺ ഒരു മാറ്റവും ഇല്ല. അച്ഛ
എടുത്ത് വെച്ചിരിക്കണം അതുപോലെ അവനെന്താ പറഞ്ഞേ? അച്ഛനില്ലാത്തവന്മാരെ അച്ഛനെടുത്ത് വെച്ചിരിക്കുമല്ലോ അതുപോലെ. അവനെന്തോ പറഞ്ഞേ? ഫാൽക്കൺ എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കുന്ന ഫലികൾ ഒറ്റയ്ക്ക് ഇതാര്? ഇതാ കീരിക്കാടനാണ് ലീഡർ. അപ്പ അയ്യോ പേടിച്ച് പണങ്ങി പോയല്ലടാ. നശിപ്പിക്കാനായിട്ട് അവൻ. എടേ, ഇവരൊക്കെ നമ്മളെക്കാളും പിള്ളേരെ എന്നെക്കാളും വയസ്സിലടാ നിനക്കൊക്കെ. ബി മെച്ചർ ബ്രോ, ബി മെച്ചർ. മെച്ചൂരിറ്റി പറ്റി സംസാരിക്കുന്നത്. വയസ്സുണ്ടായിട്ട് കാര്യമില്ല. നമ്പറാണ്. എന്താണ് ഇവന്മാർ ഇത്രയും വലുതായിട്ട് മെച്ചർ രണ്ടാൾക്കാർ നല്ല അറ്റത്തുനിന്ന് സംസാരിക്കുന്നു. കൊറോണ പിടിച്ചവര്. കൊറോണയാണ്. അവന്മാർക്ക് നാളെ സ്കൂളിൽ പോണോടാ. സ്കൂളിൽ പോകണം നാളെ. സ്കൂളിൽ പോണോ? നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയാണ്. കേക്കലേ സത്തമ കേക്കലേ പത്തല സത്തമ. ഫാൽക്കണ്ണൊരു സുമതിയുടെ സൗണ്ട് ഉണ്ട് കേട്ടാ. നീ ശ്രദ്ധിച്ചാ? സുമതിയുടെ സൗണ്ട് ഉണ്ട് കേട്ടാ. ഫാൽക്കൺ ചെറിയ സുമതി സൗണ്ട് വരുന്നുണ്ട് കേട്ടാ. ഓ എടേ വൈകി തമ്മിൽ സംസാരിക്കാൻ പോലും പറ്റില്ല രണ്ട് ടീമിന്. എന്താണ് സെൽഫ് ഫുൾ ടൈം. സത്യം കയ്യേ ഇത് കൊറേ ദിവസമായി തുടങ്ങിട്ട്. ഇട്ട പോലെ അടുത്ത് ഒരാവും മിക്കവാറും. എന്താ സ്കൈ എന്തോ ചാറ്റ് നോക്കിയേ ചന്ദ്രു? അത് സ്കൈ ചാറ്റിലല്ലോ അവരെ പറഞ്ഞായിരിക്കും അകത്ത്. ലൈവ് ചാറ്റിൽ എഡോറ പറഞ്ഞു കൊടുത്തേ. എടോറ പറഞ്ഞു. അവന്മാര് പണ്ണം ഞാൻ നിക്കേ. ഇത് കറക്റ്റ് ആയിരിക്കും. ശ്രാങ്ക് ചത്തല്ലേ? എന്റെ കുഞ്ഞാടാ നോക്കണ ടെക്സസ് ഫാൽക്കൺ. കണ്ടിട്ട് ഒരു മിനിറ്റ് കേക്കാം. സംസാരിക്കട്ടെ കേക്കണ്ട. ഫാൽക്കൺ കറക്റ്റ്. കറക്റ്റ് ചേട്ടാ, കറക്റ്റ് ചേട്ടാ, കറക്റ്റ്. ഒന്നും പറയല്ല, ഒന്നും പറയല്ല. കറക്റ്റ്. എങ്ങനല്ലേ ഇതൊക്കെ ചേർന്ന് നിന്ന സൗണ്ട് ഒക്കെ വരും ഒരുപോലെ. അവിടെ ഫാൽക്കൺ മാത്രമേ കുറയ്ക്കുന്നുള്ളൂടാ. നോക്കടാ ശ്രാങ്കിന് ഓൾറെഡി മിണ്ടാൻ പറ്റൂല. അതിനുള്ള കഴിവൊന്നുമില്ല എന്തായാലും. നിന്റെ കടിവെള്ള ഞാനായിട്ടില്ല. എനിക്ക് പേടിയാവുന്നേ. അയ്യോ എനിക്ക് പേടിയാണ്. അങ്ങനെ കാര്യം നോക്കുന്നവരായ നീ നിന്റെ കാര്യം നോക്കുന്നവരായ നീ ഉള്ളവരായ മേടാ ഒത്തിരായ വിള്ളരികളായ ഇച്ചിരി മെച്ചൂരിറ്റി കാണിക്കണരായ എടാ പോത്തറച്ചിയാണോ നിന്റെ വായിലുള്ള നീ മര്യാദ നീ കേക്ക് മര്യാദനെ മര്യാദനെ നമ്മളുടെ മീറ്റിംഗിനാണ് നിൽക്കുന്നത്. നിനക്കൊക്കെ മര്യാദ സംസാരിച്ചാലേ നീയാണ് ഇത് സംസാരിക്കും. മര്യാദനെ നമ്മളോട് എന്നെ റെസ്പെക്ട് അതെ നിങ്ങൾ ഞാൻ കണ്ടുപിടിച്ചോളാം.
DNL അതിന്റെ ഇടയ്ക്ക് കൂടെ വന്നിക്കണം കേട്ടാ. DNL എന്റെ മുന്നേ ശരി ശരി സമ്മതിച്ചു ബ്രോയിലുണ്ട് ബ്രോ ഉണ്ട് സമ്മതിച്ചു ബ്രോ കഴിഞ്ഞു ബ്രോ ഉണ്ട് സമ്മതിച്ചു ഗൈസ് അത് മൈക്കല്ല, മൈക്കിന് വെറുതെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് മൈക്കിന്റെ മറ്റേ വോയിസ് ബൂസ്റ്റ് ചെയ്തത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാ സാരവൻ. അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ കയ്യിൽ നക്കിയെടുത്ത് കാണോ. എന്തൊരു അലപ്പട ഇത്. അയ്യോ ഓടി വന്നു. ചന്ദ്ര വീരപ്പ സെക്യൂരിറ്റി റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടാടാ. രായൻ എന്തൊക്കെയോ കണക്കറിയാട്ടോ വീരപ്പന്റെ. അയ്യോ ഇപ്പൊ നിങ്ങൾക്ക് വാറ വിളിച്ച് തീർക്കാനല്ലേ പ്ലാൻ. ഇപ്പൊ വാറ വിളിച്ച് തീർക്കാം. വാ നീ ഇവിടെ സംസാരിച്ച് അടി ഉണ്ടാക്കാൻ. എനിക്കറിയില്ല തേർഡാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയില്ല, ഞാൻ ഓരോന്ന് കാണുന്നതിനകത്ത് ലിറ്ററലി തേർഡ് ഓർ ഫോർത്ത് ഡേ ആണ് നടക്കുന്നത്. ഞാൻ കൂടുതലോട്ട് ഉണ്ടാകാൻ പോവാ. ഓക്കെ അത് വാറില്ലേ ബ്രോ? ഇതെന്തരാണ് ബ്രോ? ഇത് നിങ്ങളുടെ ഇഷ്ടത്തിലാണോ നമ്മള് കളിക്കുന്നത്? വോയിസ് ബൂസ്റ്റ് പട്ടികള് അവരിങ്ങോട്ട് വന്നാണ്. അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ഈ സാധനം കാണുന്നത്. എനിക്ക് അറിയില്ല നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നോ പുറത്ത് നടന്നോ എനിക്കറിയില്ല. ആകെ പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല. ഓ അത് മറ്റേ മുന്നാടി ഇരിക്കില്ലേ അതേ മാതിരി ഇപ്പൊ അത് പണ്ട് കൂടിയാണ്. ഹലോ ആൾക്കവിടെ എന്തൊരു സൗണ്ട്. இதுக்கு இங்க தோஷம் வந்து என்னோட பேசி இருக்காங்க. போய் பேசுங்க பாருங்க. தோ பாத்துட்டு தோ அவங்க தான் வந்து பேசிட்டு போய் ரீப்ளை பண்ணிடுவாங்க. ഹലോ ബ്രോ വാർ ഇടുന്നുണ്ടോ? സിയോണക്സ് എന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ല. എന്താ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു അടി അടിച്ച് തീർക്കാൻ പറഞ്ഞൂടെ? പക്ഷെ അത് എടുക്കുന്ന നിങ്ങൾ തമ്മിൽ കൂൾ ഡൗൺ ഇടുക. സംസാരിക്കരുത്. നമ്മള് മര്യാദ
കഴിവില്ലാത്ത പട്ടി അതിന്റെ സ്വന്തം ഗ്യാങ്ങും സൗണ്ട് കുറച്ച് സംസാരിക്കും. സൗണ്ട് കുറച്ച് സംസാരിക്കണോ കുണ്ടേ. അത് സ്വന്തമായിട്ട് നിനക്ക് നിന്റെ തൊണ്ട അത്രയും വലുതാണ് ഇത് സംസാരിച്ചത്, മറ്റേ ബൂസ്റ്റ് ചെയ്തല്ല. ഇല്ല വാർ അക്സെപ്റ്റ് ചെയ്തു, വാർ സമ്മതിച്ചു. നിങ്ങൾക്ക് ചാറ്റ് ഇടാതെയും ബഹളം വെക്കാതെ ഒരു വാർ ഫിനിഷ് ചെയ്യാൻ പറ്റൂ? ഇതൊന്ന് ചാറ്റും ബഹളം നമ്മളോടല്ല പറയേണ്ടത്, അവരാണ് തുടങ്ങുന്നത് വാട്സാപ്പിലുള്ള തുടങ്ങിയില്ല എന്നതെല്ലാം വിട്. 12-13 ടിക്കറ്റ് പെൻഡിങ് ഇറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂൾ ഡൗൺ ഇടേണ്ടായിരുന്നു. നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ടില്ല, അതുകൊണ്ട് പറയുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ചു കേക്ക്. നിങ്ങൾ വാർ എടുക്കാനെന്ന് ഇപ്പൊ അവരുടെ അക്സെപ്റ്റ് ചെയ്തു, അവർ കിടന്ന് എന്റെ അടുത്ത് ഒരു ചാറ്റ് പോലും ഇല്ലാതെ കംപ്ലീറ്റ്ലി കോളിൽ മാത്രം. ഇല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങള് ലൊക്കേഷൻ ചോദിക്കുന്നത് അല്ലാണ്ട് ആവശ്യമില്ലാത്ത ഒരു ചാറ്റിന് നമ്മൾ പോകത്തില്ല. രണ്ടുപേരും മാത്രം നിങ്ങളുടെ ഗാങ് ഹെഡ്സ് ആയിട്ടുള്ള രണ്ടുപേരും ലൊക്കേഷൻ ചോദിക്കാൻ വേണ്ടി ചോദിക്കാം, വേറെ ഒരു ചാറ്റ് വന്ന ആളെ കിക്ക് ഫുഡ് ഓർഡർ ചെയ്താ? എനിക്ക് വേണ്ട ജോക്കർ ബ്രോ, ഇന്ന് എനിക്ക് വേണ്ട. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതെ അതെ, അവന് വാങ്ങിച്ചു കൊടുത്തോ, എനിക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതിന്റെ അഡ്രസ് ഇല്ലടാ പുള്ളിയുടെ അടുത്ത്. അതാ അഡ്മിൻ സാർ നമുക്ക് അമ്മാതിരി പ്രാന്ത് പിടിക്കില്ല. കളിച്ചോക്ക് അതല്ല സ്രാങ്ക് പറഞ്ഞ കേട്ടില്ലേ, സൗണ്ട് കുറച്ച് സംസാരിക്കണം. അതിനെ മറ്റേ DNL അവന്റെ സൗണ്ട് അല്ല, ഒരു എരപ്പാടാ കേൾക്കുന്നത്. കളിച്ച് പാടി ജയിച്ചോ തോറ്റോ അതിന് ശേഷമുള്ള മെസ്സേജുകളും അല്ലാതെ വേറെ ഒന്നും ചാറ്റ്. വാറ് കഴിയുന്നോ അപ്പൊ തൊട്ട് നിങ്ങൾക്കിടയിലുള്ള സിറ്റുവേഷൻ കൂൾ ഡൗൺ ആവുകയാണ്. ഓക്കെ, തീർന്നിട്ടുള്ള GGWP എന്താന്ന് വെച്ചാൽ അടിച്ചിട്ട് തീർക്കുക. അവിടെ തീർന്നതിന് ശേഷം പിന്നെ ടിക്കറ്റ് എടുത്തിട്ടുള്ള നിങ്ങളുടെ കൂൾ ഡൗൺ മാറ്റി കേട്ടല്ലോ. മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു നിങ്ങളുടെ ടോണി മനസ്സിലായില്ലേ? എന്തൊരു സീനാ അതൊക്കെ. അതായിരിക്കും അല്ല, പക്ഷെ ഇതായതുകൊണ്ടാ ചാറ്റ് കണ്ട് പൊളിഞ്ഞതാണ്. അല്ലാണ്ട് ഇവിടുത്തെ കണ്ടല്ല, സ്കൈക്ക് ചാറ്റ് കണ്ട. സ്കൈ കുറെ ചാറ്റിന് മെസ്സേജ് ഇട്ടായിരുന്നു, കാര്യം കണ്ടായിരുന്ന.